ഹായ് കൂട്ടുകാരെ, ഞാൻ സിൻഡ്രല്ല. എനിക്ക് ഒത്തിരി കഥകൾ അറിയാം. ഞാൻ അവയൊക്കെ കൂട്ടുകാർക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇനി രാജകുമാരി കഥകളുമായി ഞാനുമുണ്ട് നിങ്ങളോടൊപ്പം. ഇന്ന് നമുക്ക് മുൾപ്പടർപ്പിനെ സ്നേഹിച്ച ഒരു രാജകുമാരൻ്റെ കഥയായാലോ? വരൂ കൂട്ടുകാരെ, നമുക്ക് ദേവഗിരിയിലേക്ക് പോകാം. ദേവഗിരിയിലെ രാജാവായിരുന്നു ചന്ദ്രവർമ്മൻ. ചന്ദ്രവർമ്മന് മക്കളില്ലായിരുന്നു. അതിൽ അദ്ദേഹത്തിന് അതിയായ വിഷമവും ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ വേണമെന്ന ആഗ്രഹം രാജാവിനെയും റാണിയെയും നിരന്തരം അലട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരാൾ രാജാവിനെ മുഖം കാണിക്കാനെത്തി. പ്രഭു, ഞാൻ അങ്ങകലെ ചന്ദനക്കാട്ടിൽ നിന്ന് വരികയാണ്. അവിടെ ഒരു മന്ത്രവാദിനിയുണ്ട്. അവളുടെ അടുക്കൽ പോയാൽ താങ്കൾക്ക് തീർച്ചയായും കുഞ്ഞുങ്ങളുണ്ടാകും. അവൾ എന്താണോ പറയുന്നത് അത് നിങ്ങൾ അംഗീകരിക്കുകയും രാജ്യത്തിൻ്റെ പകുതിയോളമായാലും അവൾക്ക് കൊടുക്കുകയും വേണം. ഇല്ലെങ്കിൽ വലിയ ഭവിഷ്യത്ത് നിങ്ങൾ നേരിടേണ്ടി വരും. ഇത് കേട്ട രാജാവിന് സന്തോഷവും ഒപ്പം ആശങ്കയും ഉണ്ടായി. കുഞ്ഞുങ്ങളുണ്ടാവുക എന്നത് സന്തോഷമാണ്. എന്നാൽ രാജ്യത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ? ഈ ചിന്ത അദ്ദേഹത്തെ മാർഗത്തിൽ നിന്ന് പിന്തിരിയാൻ പ്രേരിപ്പിച്ചു. എന്നാൽ മഹാറാണി വിട്ടില്ല. അന്ന് രാത്രി തന്നെ മഹാറാണി ശാഠ്യം പിടിക്കാൻ തുടങ്ങി. പ്രഭു, എന്നെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇത് എന്നെ ഒത്തിരി നാളായി വേദനിപ്പിക്കുന്ന കാര്യമാണ്. എനിക്കൊരു കുഞ്ഞിനെ വേണം. അങ്ങ് ദയവായി എന്നോടൊപ്പം കാട്ടിലേക്ക് വരണം. നമുക്ക് ആ മന്ത്രവാദിയെ തീർച്ചയായും കാണണം. ആദ്യമൊക്കെ രാജാവ് ഒഴിഞ്ഞു മാറിയെങ്കിലും മഹാറാണിയുടെ കണ്ണുനീരുകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. ശരി, നമുക്ക് പോകാം. മഹാറാണിക്ക് സന്തോഷമായി. അങ്ങനെ അവർ യാത്ര പുറപ്പെട്ടു. മലകളും താഴ്വരകളും കടന്ന്, കുന്നുകളും പർവ്വതങ്ങളും കടന്ന് ചന്ദനക്കാട്ടിൽ. എങ്ങും നിശബ്ദത മാത്രം. ഭീതിപ്പെടുത്തുന്നതായിട്ട് ഒന്നും അവർക്ക് തോന്നിയില്ല. ആ വിദ്വാൻ പറഞ്ഞതനുസരിച്ച് അവർ ഒരു ഗുഹയ്ക്കടുത്തെത്തി. ഒരു മനോഹരമായ കൊട്ടാരം. നീലരത്നങ്ങൾ കൊണ്ടാണ് ആ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. ഗുഹയുടെ പുറത്ത് രാജാവും റാണിയും എത്തിയപ്പോൾ തന്നെ മന്ത്രവാദിനി അവരെ തിരിച്ചറിഞ്ഞു. പെട്ടെന്നൊരു ശബ്ദം കേട്ട് രാജാവും റാണിയും അവിടേക്ക് നോക്കി. ദേവഗിരിയിലെ രാജാവിന് നമോവാദം. മന്ത്രവാദിനിയുടെ ഉച്ചത്തിലുള്ള അലർച്ച അവരെ ഒന്ന് ഭയപ്പെടുത്തി. എങ്കിലും ഭയന്നില്ല. മന്ത്രവാദിനി തുടർന്നു. എന്താണ് പ്രഭു, എന്താണ് ആവശ്യം? പറഞ്ഞോളൂ. രാജാവ് പറഞ്ഞു. വർഷങ്ങളായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞില്ല. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ആവശ്യമാണ്. ഞങ്ങൾ അതിനായാണ് ഇവിടം വരെ വന്നത്. മഹാറാണി തുടർന്നു പറഞ്ഞു. അത്രേ ഉള്ളൂ കാര്യം. ഇത് വളരെ നിസ്സാരമാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എനിക്ക് തരണം. രാജാവ് ഒന്ന് ഭയന്നു. എന്നിട്ട് പറഞ്ഞു. ശരി, എന്തായാലും തരാം. രാജ്യത്തിൻ്റെ പകുതിയോളമായാലും. രാജ്യത്തിന്റെ പകുതിയൊന്നും എനിക്ക് വേണ്ട. മന്ത്രവാദിനി തുടർന്നു. എനിക്ക് വേണ്ടത് ഞാൻ നിങ്ങൾക്ക് തരുന്ന കുഞ്ഞിനെ തന്നെയാണ്. അവൾക്ക് 10 വയസ്സ് കഴിയുമ്പോൾ എനിക്ക് അവളെ മടക്കി തരണം. രാജാവ് ഭയപ്പെട്ടു. അർദ്ധ മനസ്സോടുകൂടെ രാജാവും റാണിയും സമ്മതം മൂളി. അവിടെ നിന്നും മന്ത്രവാദിനിയുടെ വരവും വാങ്ങി അവർ രണ്ടുപേരും സന്തോഷത്തോടെ രാജകൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. കൊട്ടാരത്തിലെത്തി 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിലൊരു കുഞ്ഞു പിറന്നു. സുന്ദരിയായ ഒരു പെൺകുഞ്ഞ്. അവളുടെ കണ്ണുകളാകട്ടെ നല്ല നീല നിറമായിരുന്നു. കൊട്ടാരത്തിലെങ്ങും സന്തോഷം. ഗ്രാമത്തിലെവിടെയും സന്തോഷം മാത്രം. രാജകുമാരി വളരും തോറും അതിസുന്ദരിയായിക്കൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ വർഷങ്ങൾ കടന്നുപോയി. രാജകുമാരിക്ക് 10 വയസ്സായി. മന്ത്രവാദിനിയോട് ചെയ്ത ഉടമ്പടി രാജാവും റാണിയും മറന്നേ പോയി. എന്നാൽ ആ ദിവസം മന്ത്രവാദിനിക്ക് നല്ല ഓർമ്മയായിരുന്നു. അന്ന് കൊട്ടാരമുറ്റമാകെ അലങ്കൃതമായിരുന്നു. ഗ്രാമമെങ്ങും രാജകുമാരിയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ തിമിർപ്പിലായിരുന്നു. പെട്ടെന്ന് അവിടെ ആകെ ഇരുണ്ടുമൂടി. മന്ത്രവാദിനി അവിടെ എത്തി. എല്ലാവരും നോക്കി നിൽക്കെ രാജകുമാരിയെയും എടുത്തുകൊണ്ട് മന്ത്രവാദിനി പറന്നകുന്നു. മഹാറാണി ബോധരഹിതയായി വീണു. മഹാരാജാവും പ്രജകളും ഭടന്മാരുമെല്ലാം നിസ്സംഗതയോടെ നോക്കി നിന്നു.
എന്താണ് ചെയ്യുക? കൊട്ടാരവും ഗ്രാമവും എല്ലാം ദുഃഖത്തിലായിരുന്നു. അന്നു മുതൽ കൊട്ടാരത്തിൽ ഉത്സവങ്ങളോ ഒന്നും തന്നെ നടമാടിയില്ല. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുകൊണ്ടേയിരുന്നു. മന്ത്രവാദിനി രാജകുമാരിയെയും കൊണ്ട് ചന്ദനക്കാട്ടിലേക്ക് പോയി. ചന്ദനക്കാട്ടിൻ്റെ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്ത് രാജകുമാരിയെ നിർത്തി. രാജകുമാരി പേടിച്ചു കരഞ്ഞു. എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ എന്തിനാണ് പിടിച്ചു കൊണ്ടുവന്നത്? എനിക്ക് എൻ്റെ അമ്മയും അച്ഛനെയും കാണണം. രാജകുമാരി ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. അവളുടെ കരച്ചിൽ അസഹ്യമായ മന്ത്രവാദിനി അവളെ ശപിച്ചു. നീ ഒരു മുൾപ്പടപ്പാവട്ടെ. ആർക്കെങ്കിലും നിന്നോട് സഹതാപം തോന്നിയാൽ മാത്രം നീ തിരിച്ച് രാജകുമാരിയാകും. ശാപമേറ്റ രാജകുമാരി ഉടൻ തന്നെ ഒരു മുൾപ്പടർപ്പായി മാറി. മഞ്ഞും മഴയും വേനലുമെല്ലാം വന്നുപോയി. രാജകുമാരിയുടെ അടുക്കൽ ഒത്തിരി രാജാക്കന്മാരും ഒത്തിരി രാജകുമാരന്മാരും പ്രജകളും ഒക്കെ വന്നുപോയി. ആരും അവളോട് സഹതപിച്ചില്ല. എല്ലാവരും മുൾപ്പടർപ്പിനെ ശപിച്ചതേയുള്ളൂ. ഹോ, നീ എൻ്റെ കൈനെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ കയ്യിൽ രക്തം വരുന്നത് കണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ രാജാക്കന്മാരും രാജകുമാരന്മാരും കടന്നുപോയി. അതൊരു മഞ്ഞുകാലമായിരുന്നു. എവിടെ നിന്നോ ഒരു രാജകുമാരൻ അവിടെ എത്തി. അദ്ദേഹം വല്ലാതെ തളർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അല്പസമയം ആശ്വസിക്കാൻ വേണ്ടി അവിടെ ഇരുന്നതാകട്ടെ ഈ മുൾപ്പടർപ്പിൻ്റെ അടുത്തും. രാജകുമാരി ശാപമേൽക്കാതിരിക്കാൻ തൻ്റെ ചില്ലകളൊക്കെ ഒതുക്കി വച്ച് ഒതുങ്ങി നിന്നു. കഷ്ടമെന്ന് പറയട്ടെ, പെട്ടെന്ന് അവളിലെ ഒരു മുള്ള് രാജകുമാരൻ്റെ കൈകളിൽ തുളച്ചു കയറി. ആ! രാജകുമാരൻ നിലവിളിച്ചുകൊണ്ട് കൈ പിന്നിലേക്ക് വലിച്ചു. എന്തൊരു വേദനയാണ്! കൈകൾ കീറിപ്പോകുന്നത് പോലെയുണ്ട്. രാജകുമാരൻ മുൾപ്പടർപ്പിനെ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിന് അതൊരു മനുഷ്യ സ്ത്രീയായി തോന്നി. രാജകുമാരൻ ചോദിച്ചു, നീ എന്തിനാണ് എന്നെ വേദനിപ്പിച്ചത്? നിനക്കെന്തെങ്കിലും സങ്കടമുണ്ടോ? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? സ്നേഹത്തോടെയുള്ള ഈ വാക്കുകൾ രാജകുമാരിയുടെ കാതുകളിൽ പതിഞ്ഞു. അവളുടെ ശാപം മാറി. മുൾപ്പടർപ്പ് പെട്ടെന്ന് തന്നെ സുന്ദരിയായ രാജകുമാരിയായി മാറി. രാജകുമാരന് അത്ഭുതം തോന്നി. ഇതെന്ത് മായക്കാഴ്ചയാണോ? രാജകുമാരൻ അവളുടെ നീലക്കണ്ണുകളിൽ നോക്കി ചോദിച്ചു, നീ ആരാണ്? എങ്ങനെ ഇവിടെ എത്തി? രാജകുമാരി നടന്നതെല്ലാം വിശദീകരിച്ചു പറഞ്ഞു. രാജകുമാരൻ രാജകുമാരിയെ തൻ്റെ കുതിരപ്പുറത്ത് കയറ്റി അവരെ രണ്ടുപേരും ദേവഗിരിയിലേക്ക് യാത്രയായി. അവിടെ എത്തി നടന്ന സംഭവമെല്ലാം രാജകുമാരൻ വിവരിച്ചു. രാജാവിൻ്റെയും റാണിയുടെയും സന്തോഷം പറഞ്ഞറിയിക്കേണ്ടതുണ്ടോ? കൊട്ടാരമുറ്റമാകെ വീണ്ടും പൂക്കൾ നിറഞ്ഞു. ആഘോഷങ്ങളും ഉത്സവങ്ങളും ആരവങ്ങളും ആഘോഷത്തോടും നൃത്തത്തോടും കൂടെ രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും വിവാഹം നടന്നു. സമർത്ഥനായ രാജകുമാരനും രാജകുമാരിയും ഒത്തിരി കാലം ചന്ദ്രഗിരി രാജ്യത്തെ ഭരിച്ചു. കൂട്ടുകാരെ, കഥ ഇഷ്ടമായോ? പുതിയൊരു രാജകുമാരി കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം.